ഹലോ, എൻ്റെ ഈ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീക്കെൻഡേ ആയിരുന്നു. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് പൊന്നൂനൊരു കോള് വന്നത്. കോള് വന്നതും പൊന്നു ക്യാമറ ബാഗ് എല്ലാം എടുത്ത് ഷടപടയെന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ഈ പൊന്നൂന്ന് വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും പൊന്നൂന്നാണ് വിളിക്കാറ്. ഹസ്ബൻഡിൻ്റെ ശരിക്കുള്ള പേര് അമൃതലാൽ എന്നാണ്. ഞങ്ങളുടെ ഓഫീസുള്ളത് ആലുവയിലെ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീക്കെൻഡേ ആണെങ്കിലും ഞങ്ങൾ മിക്കപ്പോഴും ഓഫീസിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഹസ്ബൻഡിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. 9 വർഷമായിട്ട് ആൾ ഈ ഫീൽഡിലുണ്ട്. നമുക്ക് ഒത്തിരി നല്ല ക്ലയൻസും ഉണ്ട്. നമ്മളിപ്പോൾ ആ കാറിലൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ പോകുന്നതെന്ന് നമുക്ക് പോകുന്ന വഴിയെ കാണാം. ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ടൊക്കെ ആയിട്ട് എപ്പോഴും പോവാ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സോങ് ഒക്കെ കേട്ടിരിക്കും. നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടെ ബാങ്ക് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡ് ഒരു ബാങ്ക് റോഡ് കാണാം. അവിടെ നിന്ന് ഏകദേശം ഒരു 60 മീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് തന്നെയായിട്ട് ഒരു ബിൽഡിംഗും കാണാം. അവിടെയാണ് E05 ഉള്ളത്. E05 എന്ന് പറയുന്നത് ആലുവയിലെ തന്നെ ഒരു 4 സ്റ്റാർ പ്രീമിയം ഹോട്ടലാണ്. കാലിമീരി റെസ്റ്റോറൻറ്റ് ഇതിനകത്താണ് ഉള്ളത്. ഇത് കൂടാതെ തന്നെ ഇവർക്ക് പ്രീമിയം ബാറും അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ്സും ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം നടത്താൻ ബാങ്കറ്റ് ഹാൾസും എല്ലാം ഇവിടെയുണ്ട്. E05 നമ്മുടെ ഒരു മെയിൻ ക്ലയൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. കൊച്ചിയിലെ തന്നെ മുകളായി ഡിഷസ് കിട്ടുന്ന ഒരേ ഒരു സ്പോട്ടാണ് കാലിമേരി റെസ്റ്റോറൻറ്റ്. അത് E05 ഉള്ളത്. നമ്മളിപ്പോൾ E05 എത്തിയിട്ടോ. ഇവിടെയാണ് കാലിമേരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമ്മൾ അവിടെയാണ് ഇന്ന് ഷൂട്ടിന് പോകുന്നത്. ഇവർ നമ്മുടെ ഒരു മെയിൻ ക്ലയൻ്റ് ആട്ടോ. ഇവരുടെ പ്രൊമോഷൻ വർക്കൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളാണ്. ഇതിവിടുത്തെ മാനേജറാണ്. പുള്ളിയാണ് ഇന്ന് നമ്മളെ ഷൂട്ടിന് വേണ്ടി വിളിച്ചത്. കുറേ സ്പെഷ്യൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പൊന്നുദേ ക്യാമറയിലെ ബാറ്ററിയും ചാർജറും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഷൂട്ടിന് വേണ്ടി ഇറങ്ങാൻ പോവാണ്. ഇതാണ് കാലിമേരി റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയേഴ്സ് എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇവിടെ മുഗളായി ഡിഷസ് മാത്രമല്ല കേട്ടോ, നോർത്ത് ഇന്ത്യനും അറേബ്യനും ചൈനീസും എല്ലാം ഉണ്ട്. പൊന്നുദേ ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. കിച്ചൺ ഷൂട്ട് ഇതിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ ചെയ്യണേ. അതുകൊണ്ട് തന്നെ ആൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ട് നല്ല ചൂടോടുകൂടി ഷെഫ് ഡിഷസ് ഒക്കെ ഗാർണിഷ് ചെയ്യണ സീനാണ് കാണുന്നത്. പിന്നെ കിച്ചണിലെ സ്റ്റാഫുകളും നല്ല സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷൂട്ട് തീർക്കാൻ പറ്റി. ഞങ്ങൾ ഇന്ന് വളരെ കുറച്ച് ഡിഷസ് മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ വന്നത്. അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം. സ്ക്വിഡ് തവ ഫ്രൈ, ബീഫ് കൊണ്ടാട്ടം, ഡ്രാഗൺ ചിക്കൻ, പാലക് പനീർ, ഫിഷ് ചുട്ടുള്ളി, പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റം ഉണ്ട്. അതാണ് മുർഗ് മുസ്ലം. അത് അടിപൊളി ടേസ്റ്റിയാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് ഒരു 4 മണിയായി. വിശന്ന് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായി. ആലുവയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റാഫുകളെ കേട്ട് ഇവിടെ എത്താറുണ്ട്. ഒരു 6-7 പേർക്ക് സുഖമായിട്ട് ഒന്ന് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു നോർമൽ വർക്കിംഗ് ഡേ ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് മുർഗ് മുസ്ലവും അതുപോലെ തന്നെ ഫിഷ് ചുട്ടുള്ളി ആയിരുന്നു. റൊട്ടിയും അതുപോലെ തന്നെ റൈസും ബട്ടർ നാനും ഒക്കെയാണ് അതിന് കോംബോ ആയിട്ട് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫിഷ് ചുട്ടുള്ളി. ഞങ്ങൾ രണ്ടുപേരും അത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല മസാലയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും ആണ് അതിലുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന്. എല്ലാവരും അത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. ഞങ്ങൾ മെല്ലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഇനി ഓഫീസിൽ എത്തിയിട്ട് വേണം ഇതിൻ്റെ ഫുട്ടേജ് എല്ലാം കോപ്പി ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഓരോ ഫുഡിൻ്റെയും സിംഗിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.